മൂത്രമൊഴിക്കണമെങ്കിൽ അടക്കം മനസ്സമാധാനം വേണം. വയനാട്ടിലൊരു ക്ലാസ്സിന് പോയി, +2 കുട്ടികളുടെ ക്ലാസ്സാ, ഫുള്ള് ഗെയിമായിരുന്നു. അല്ലാണ്ട് ഇങ്ങനെ അടങ്ങിയിരിക്കൂലല്ലോ. ഞാൻ അതിന്റെ ഇടയിൽ വയനാടാണെന്ന് മറന്ന് വെള്ളം കുടിച്ചു. ബസ്സിലാണ് എന്റെ നാടായ താമരശ്ശേരിയിലേക്ക് വരുന്നത്. ബസ് കയറി കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കും എനിക്ക് മുട്ടാൻ തുടങ്ങി. അപ്പൊ ഞാൻ കണ്ടിട്ട് വെച്ച് മൂത്രമൊഴിക്കാപ്പൊ എന്താ വഴി? ആ വഴി നിങ്ങളിലല്ലോ, എന്നോട് വയ്ക്കുന്ന എന്തിനാണ്? മൂപ്പർക്ക് തമാശ, നമ്മളവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ. അവസാനം ഞാൻ ഈ മൂത്രം, അന്ന് ഇന്നത്തെ പോലെ നല്ല റോഡൊന്നുമല്ല, ഓരോ കുഴിയിൽ വീഴുമ്പോ ഞാൻ അല്ലോ എന്ന് ബേജാറായിട്ട് ഇരിച്ചു. അവസാനം ഞാൻ കണ്ടിട്ടൊരു ചൂടായി, മര്യാദയ്ക്ക് ബസ് നിർത്തിയില്ല, ഞാൻ കേസ് കൊടുക്കിട്ടോന്ന. കണ്ടിട്ട് ഡ്രൈവറോടായിട്ട് എന്തോ സ്വകാര്യം പറഞ്ഞ് ബസ് ആ 9ാം വളവ് തുടങ്ങുന്ന അവിടെ നിർത്തി തന്ന് ചാടി ഇറങ്ങി മൂത്രമൊക്കെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഡ്രൈവർ ഒരു പണി പറ്റിച്ചത്. പെപ്പന്ന് 2 ഹോണടി, വേഗം നോക്കുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ 10-50 ആൾക്കാർ എന്നെ നോക്കി നിൽക്കുക. ഒരു തുള്ളി മൂത്രം പുറത്തേക്ക് വന്നതേയില്ല. അന്നാ എനിക്ക് മനസ്സിലായത്, മൂത്രമൊഴിക്കണമെങ്കിൽ അടക്കം നല്ല മനസ്സമാധാനം വേണം. അങ്ങനാണ് എങ്കിൽ ഒരു കുടുംബം നന്നാവണമെങ്കിൽ, മക്കൾ പഠിക്കണമെങ്കിൽ, സന്തോഷം കിട്ടണമെങ്കിലൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ള സ്ഥാനം എന്തായിരിക്കും? മനസ്സമാധാനം. അപ്പൊ മനസ്സമാധാനം എന്താന്ന് ആലോചിക്കണ്ടേ? മനുഷ്യന്മാർക്ക് മനസ്സമാധാനം കിട്ടാത്ത 3 അവസ്ഥയുണ്ട്. 1, പേടിച്ച് നിൽക്കുമ്പോൾ മനസ്സമാധാനം ഉണ്ടാവില്ല. 2, ദേഷ്യം പിടിക്കുമ്പോൾ മനസ്സമാധാനം ഉണ്ടാവില്ല. 3, സങ്കടപ്പെടുമ്പോൾ മനസ്സമാധാനം ഉണ്ടാവില്ല. അങ്ങനെയാണ് മനസ്സമാധാനം എന്താ ചോദിച്ചാൽ ഉത്തരം കിട്ടി, സന്തോഷാണ് മനസ്സമാധാനം. അങ്ങനെയാണ് നമ്മൾ കുടുംബത്തിലാകെ കൊടുക്കേണ്ടത് സന്തോഷം മാത്രം. അതെങ്ങനെ കൊടുക്കാമെന്ന് പഠിച്ചാല് നല്ല മനസ്സമാധാനം ഉണ്ടാവും. എല്ലാവരും ഇങ്ങനെ കൈ ചുരുട്ടിപ്പിടിച്ചെങ്ങനെ, കൈ ഇങ്ങനെ മുന്നോട്ട് ചുരുട്ടിപ്പിടിച്ച്. ഞാൻ ഇവിടെ നിന്ന് എല്ലാവരെയും കാണുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആരെങ്കിലും ചെയ്തില്ലെങ്കിൽ അവരെ ഞാൻ വേദിയിലേക്ക് വിളിക്കും, ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഈ വിരലിന് ചെറുവിരൽ, ചിന്നൻ വിരൽ എന്നാ പറയാ. ഈ വിരൽ നിവർത്തുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കണം. ആ ശബ്ദം ഹ എന്നാണ്. ഒന്നുണ്ടാക്കി നോക്കിയേ, ഹ. ഉറക്കെ 2 വിരൽ നിവർത്തുമ്പോൾ 2 പ്രാവശ്യം ആ ശബ്ദം ഉണ്ടാക്കണം, ഹ ഹ. 3ആവുമ്പോ പോട്ടെ, ഹ ഹ. 4ആവുമ്പോ, 5ആവുമ്പോ, 6ാമത്തെ നിവർത്തുമ്പോ തൊട്ടടുത്ത ആളുടെ മുഖത്തേക്ക് നോക്കണം. അതാണ് ഗെയിം. അവിടെ ചെയ്തില്ലെങ്കിൽ ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ച് ചെയ്യിപ്പിക്കേ. റെഡി? ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യുക. 10 നിവർത്തണം. 6ാമത്തതാവുമ്പോൾ മാത്രം തൊട്ടടുത്ത ആളുടെ മുഖത്തേക്ക് നോക്കുക. റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്തോ. പോട്ടെ. അടുത്ത ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട്. നിങ്ങൾ കൂടുതൽ ചിരിച്ചത് ഒറ്റക്ക് ചിരിച്ചപ്പോഴാണോ വേറെ ആളെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണോ? അപ്പൊ ശരിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ വേറൊരാള് സന്തോഷിക്കുന്നത് കാണുമ്പോഴാണ്. ശരിയല്ലേ? അങ്ങനെയാണ് നമ്മൾ ആകെ വേറെ ആളുകളെ സന്തോഷിപ്പിച്ചാൽ മാത്രം മതി. ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുക, ഭർത്താവ് ഭാര്യനെ സന്തോഷിപ്പിക്കുക, മക്കള് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക, മാതാപിതാക്കൾ മക്കളെ സന്തോഷിപ്പിക്കുക. അപ്പൊ നമുക്ക് സന്തോഷം കിട്ടും. അത് ചെയ്യാൻ 4 കാര്യങ്ങളാണ് സൈക്കോളജി പറയുന്നത്. സന്തോഷം കിട്ടുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക എന്നാണ്. അതിന് 4 ഹോർമോൺ ഉണ്ട്. അതിലൊന്ന് ഡോപ്പമിൻ എന്നാണ് ആ ഹോർമോണിന്റെ പേര്. സന്തോഷം കിട്ടുന്ന ഹോർമോണാണ് ഡോപ്പമിൻ. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക്